ലോകം വാഴ്ത്തുന്ന ജനനായകനായി വീണ്ടും ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോളതലത്തിൽ നടത്തിയ ലോക നേതാക്കളുടെ ജനപ്രീതി സർവേയിൽ 1ാം സ്ഥാനത്താണ് മോദി സ്വന്തമാക്കിയത്. ഭരണവിരുദ്ധ വികാരങ്ങളോ ആഗോള പ്രതിസന്ധികളോ ബാധിക്കാത്ത നേതാവായി മോദി മാറുമ്പോൾ വിദേശ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വിസ്മയത്തോടെയാണ് ഭാരതത്തിൻ്റെ ഈ മുന്നേറ്റത്തെ നോക്കിക്കാണുന്നത്. ലോകത്തെ ഏറ്റവും കരുത്തരായ ഭരണാധികാരികളുടെ പട്ടികയിൽ വീണ്ടും ഒന്നാമനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിൽ തന്റെ അപ്രമാദിത്യം തുടരുമ്പോഴും ചില പ്രമുഖ പാശ്ചാത്യ നേതാക്കൾക്ക് ജനപ്രീതിയിൽ വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. അടുത്തിടെ പുറത്തുവന്ന സർവേ പ്രകാരം ലോക നേതാക്കളുടെ പട്ടികയിൽ 71% റേറ്റിംഗോടെയാണ് മോദി ഒന്നാമതെത്തിയത്. ഭരണവിരുദ്ധ വികാരങ്ങളോ ആഗോള പ്രതിസന്ധികളോ ബാധിക്കാത്ത നേതാവായി മോദി മാറുമ്പോൾ വിദേശ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വിസ്മയത്തോടെയാണ് ഭാരതത്തിന്റെ ഈ മുന്നേറ്റത്തെ നോക്കിക്കാണുന്നത്. എന്നാൽ ഈ പട്ടികയിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മേഴ്സാണ്. അധികാരമേറ്റ് 1 വർഷത്തിനുള്ളിൽ തന്നെ ജനപ്രീതിയിൽ വലിയ ഇടിവാണ് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്നത്. സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും മേഴ്സിന്റെ ഭരണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയതോടെ ലോകത്തെ ഏറ്റവും അപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളായി അദ്ദേഹം മാറി. സാമ്പത്തിക പ്രശ്നങ്ങളും ആഭ്യന്തര രാഷ്ട്രീയത്തിലെ അസ്ഥിരതയുമാണ് ജർമ്മനിയിൽ ചാൻസലർക്കെതിരെ ജനവികാരമുയരാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ലോകം ഉറ്റുനോക്കുന്ന ഒരു രാജ്യത്തിന്റെ അമരക്കാരന് ജനപ്രീതി നഷ്ടപ്പെടുന്നത് പാശ്ചാത്യ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിതുറക്കുകയാണ്. ഒരിടത്ത് ശക്തമായ ജനപിന്തുണയോടെ ഭാരതത്തിന്റെ മുന്നേറ്റം, മറുവശത്ത് യൂറോപ്യൻ ശക്തികൾ നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾ. ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലനം മാറുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പുതിയ സർവേ ഫലങ്ങൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം.